സർക്കാരിന്റെ ഓണാഘോഷ ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫിന് ഗവർണറെ ക്ഷണിക്കാനായി മന്ത്രിമാർ രാജ്ഭവനിലെത്തി. മന്ത്രിമാരായ വി ശിവൻകുട്ടി, മുഹമ്മദ് റിയാസ് എന്നിവരാണ് രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടത്. സഫാൻ VP വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സഫാൻ, സർക്കാരിന്റെ ഓണാഘോഷം എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഇപ്പോൾ ഗവർണറെ ക്ഷണിക്കാനായി ഏതൊക്കെ മന്ത്രിമാരാണ് എത്തിയത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൃത, സെപ്റ്റംബർ 3 മുതലാണ് സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത്. അതിൽ സാധാരണഗതിയിൽ ഓണം വാരാഘോഷത്തിൻ്റെ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഗവർണറായിരുന്നു. ഗവർണർ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകൾക്കിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി ഗവർണർ തന്നെ ഈ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്ന ഒരു ഔദ്യോഗിക അറിയിപ്പ് അറിയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് മന്ത്രി വി ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും ഇപ്പോൾ രാജ്ഭവനെത്തി ഗവർണറെ കണ്ടിരിക്കുന്നത്, ഔദ്യോഗികമായി ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഗവർണർ തന്നെ ഈ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്യണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. നേരത്തെ വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിലും ഇക്കാര്യം തന്നെയാണ് അറിയിച്ചിരുന്നത്. ഭാരതാംബ വിവാദത്തിന് പിന്നാലെ ഗവർണറും രാജ്ഭവനും തമ്മിൽ ഒരു അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ തന്നെയാണ് സർക്കാരിൻ്റെ ഓണാഘോഷ വാരാഘോഷം ഗവർണർ തന്നെ ഉദ്ഘാടനം ചെയ്യണം, ഫ്ലാഗ് ഓഫ് ചെയ്യണമെന്നുള്ള ഒരു കാര്യം സർക്കാർ തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും ഇപ്പോൾ രാജ്ഭവനിലെത്തി ഗവർണറെ സന്ദർശിച്ച് ഇപ്പോൾ ഇരുവരും തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനു ശേഷം ഈ രണ്ടുപേരുടെയും വാർത്താ സമ്മേളനമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഗവർണർ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിലേക്കുള്ള കൂടുതൽ വ്യക്തത. സഫാൻ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പങ്കെടുക്കുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഔദ്യോഗികമായി ക്ഷണിക്കാനൊക്കെ എത്തിയ സ്ഥിതിക്ക് അദ്ദേഹം ഫ്ലാഗ് ഓഫിന് എത്തുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? നേരത്തെ രാജ്ഭവൻ വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ അറിയുമെന്നത് ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ ഗവർണർ തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന പരിപാടിയാണ്. ഈ സർക്കാർ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ വി ശിവൻകുട്ടി ഇത് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ സർക്കാർ ഗവർണറുടെ രാജ്ഭവനുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ള അറിയിപ്പ് നമുക്ക് തന്നെ കിട്ടിയിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ കിട്ടും. നമുക്കറിയാം വി ശിവൻകുട്ടിയാണ് മുഹമ്മദ് റിയാസിനൊപ്പം ഈ പരിപാടിയിൽ സംഘടിപ്പിച്ച് ഈ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടിരിക്കുന്നത്. നേരത്തെ ഭാരതാംബ വിവാദത്തിൽ വി ശിവൻകുട്ടി ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ഒരു പരിപാടിയിൽ ഭാരതാംബ ചിത്രം രാജ്ഭവനിലെത്തി ഉണ്ടായതിനെ തുടർന്ന് ഈ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു മന്ത്രി കൂടിയാണ്. മന്ത്രി പ്രസാദിനൊപ്പം ഈ വിഷയത്തിൽ ഭാരതാംബ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ച് ഇറങ്ങിപ്പോയ മന്ത്രിയാണ് വി ശിവൻകുട്ടി. ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ മന്ത്രിയോട് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഒരു വിഷയാധിഷ്ഠിതമായുള്ളൊരു വിഷയത്തിൽ എങ്ങനെ ഇറങ്ങിപ്പോവേണ്ടി വന്നു, അന്ന് സംഭവിച്ചേണ്ടി വന്നു. സർക്കാരിൻ്റെ പങ്കെടുപ്പിക്കേണ്ട, അതായത് കേരളത്തിൻ്റെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അദ്ദേഹം പങ്കെടുക്കേണ്ട പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് എന്ന് തന്നെയാണ് വി ശിവൻകുട്ടി അന്ന് അറിയിച്ചിരുന്നത്. അതായത് ഈ രാജ്ഭവൻ സർക്കാർ വിഷയത്തിലേക്ക് ഒരു അയവിലേക്ക് ഈ പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഓണാഘോഷ വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഗവർണറെ ക്ഷണിക്കുന്നതിലേക്ക് മനസ്സിലാക്കേണ്ടത്. അമൃത, സഫാൻ VP ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.